ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തലശ്ശേരി ദം ബിരിയാണിയാണ്. ഈ പെരുന്നാളിന് നമുക്ക് തലശ്ശേരി ദം ബിരിയാണി തയ്യാറാക്കിയാലോ? ഗസ്റ്റുകളുടെ മുമ്പിലൊക്കെ സ്റ്റാർ ആവാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കന് വേണ്ടിയുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വേണ്ടത് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്കൊരു പാനിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ചേർത്താണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായ പാനിൽ നിന്നൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കോരി മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതും ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് കോരി മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് സവാളയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സവാള എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നമ്മുടെ കറിക്കും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മളെ റൈസിനും സവാള ആവശ്യമുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ വേണ്ട സവാളയാണ് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് കോരി മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഈ പാനിൽ തന്നെയാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരെ ഒരല്പം ഉപ്പൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. അതിവിടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പച്ച മണം നന്നായിട്ടൊന്ന് മാറി വരണം. അതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കന് ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ ചിക്കനിൽ തന്നെ വെള്ളം എന്താ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ആ മസാലക്കൂട്ടാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് നമ്മളൊരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്ന് റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഇനി വെന്ത് ഒന്ന് ഉടഞ്ഞ് വരണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കിണ്ണി
തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ്, അത്ര പുളിപ്പില്ലാത്ത തൈരാണ്. നമ്മൾ ഒരു ബൗൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഗ്രേവിയൊക്കെ നമ്മുടെ കറിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റിയും കൂടെ വരണം. കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മല്ലിയിലയുടെ ഒരു ഫ്ലേവറൂടെ നമ്മുടെ കറിയിൽ ഇറങ്ങുന്നതാണ്. മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കറി ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇതുപോലെ ഞെരടി ഒന്ന് ഉടയ്ക്കണം. ഉടച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലോട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിവിടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ സ്പൈസസ് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിത് വറ്റിച്ചാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ച് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീരൂടെ ഒഴിച്ചു കൊടുക്കാം. ചോറൊന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചോറൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതാണ്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നതുമാണ്. അപ്പോൾ ഇതാ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്ക് ചോറ് കിട്ടിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് ഒരു പകുതി ചോറ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതാ പകുതി ചോറിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കറിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലും നമ്മൾ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന റൈസിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ഉള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ദം ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കുറച്ച് ആ മസാലയും കൂടെ നമ്മളതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നല്ല അതൊന്ന് സെറ്റായി വരുന്നതാണ്. അപ്പോൾ അതാ ഒന്ന് 10 മിനിറ്റ് ഞാനൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ദം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.